Hello dears, good morning. Again we are in our SS. Last day we discussed about the motions of ocean. With that we studied what is waves and as most destructive waves created in Indian Ocean in 2004 we studied about that in detail. Next we need to study tides. Okay, what is tide? The level of water in a area, in a sea or ocean rises and falls alternately at regular intervals every day. These changes in the level of sea water are called tides. Tides എന്ന് പറഞ്ഞാൽ നിങ്ങൾ മലയാളത്തിൽ കേട്ടിട്ടുണ്ടാവും വേലിയേറ്റം വേലിയിറക്കം എന്നൊക്കെ. ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ കടൽ തീരത്തോട് നിൽക്കുന്ന സമയത്ത് വേലിയേറ്റം ഉണ്ടാകുന്ന സമയമാണ് കേട്ടോ, അല്ലെങ്കിൽ ഇറക്കുണ്ടാകുന്ന സമയമാണ് കേട്ടോ, ശ്രദ്ധിക്കണേന്ന് പറയും. അതാണ് ഈ ടൈഡ്സ് എന്ന് പറയുന്നത്. ടൈഡ്സ് മീൻസ് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ എ സീ ഓർ ഓഷ്യൻ, കടലിലോ ഓഷ്യനിലോ വെള്ളം റൈസസ് ഉയർന്നു വരിക, ആൻഡ് ഫോൾസ് കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും തിരിച്ചു പോകുക. ഓൾട്ടർനേറ്റീവ്ലി അറ്റ് എ റെഗുലർ ഇൻ്റർവെൽസ് എവറി ഡേ, എല്ലാ ദിവസവും രണ്ട് ടൈഡും രണ്ട് ഫോൾസും ഉണ്ടാവും. അതായത് വെള്ളം കയറുക, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പോവുക. വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് the changes in the level of sea water, these changes in the level of sea water are called tides. അതാണ് ടൈഡ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, when the level of sea water rises and water moves further up the shore, sea water rise ആകുമ്പോൾ കടൽ കരയിലോട്ട് വെള്ളം മൂവ് ചെയ്യുന്നു. ആൻഡ് വാട്ടർ റിസീഡ്സ് ഫ്രം ദ ഷോർ, അത് കുറച്ച് കഴിഞ്ഞാൽ വാട്ടർ റിസീഡ് തിരിച്ചു പോവുകയും ചെയ്യുന്നു. ഇറ്റ് ഈസ് ലോ ടൈഡ്. സോറി, വാട്ട് ഈസ് ടൈഡ്? ടൈഡ് എന്താണെന്ന് പറഞ്ഞു. ഇനി ഹൈ ടൈഡ് ഉണ്ട്, ലോ ടൈഡ് ഉണ്ട്. എന്താണ് ഹൈ ടൈഡ്? വെൻ ദ ലെവൽ ഓഫ് സീ വാട്ടർ റൈസസ്, സീ വാട്ടർ പൊങ്ങി, ആൻഡ് വാട്ടർ മൂവ്സ് ഫർദർ അപ്പ് ടു ദ ഷോർ, കടൽ കരയിലോട്ട് വെള്ളം നീങ്ങി. ഇറ്റ് ഈസ് ഹൈ ടൈഡ്, ഇത് വെള്ളം കയറി വരുന്നു, അതാണ് വേലിയേറ്റം. വെൻ ദ ലെവൽ ഓഫ് വാട്ടർ ഫോൾസ്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ വെള്ളം നീങ്ങിപ്പോവും. ആൻഡ് വാട്ടർ റിസീഡ്സ് ഫ്രം ദ ഷോർ, കരയിൽ നിന്ന് വെള്ളം തിരിച്ചു പോകുന്നു. ഇറ്റ് ഈസ് ലോ ടൈഡ്. എ പ്ലേസ് യൂഷ്വലി ഹാസ് ഹൈ ആൻഡ് ലോ ടൈഡ്സ് ടോയ്സ് എ ഡേ, രണ്ട് പ്രാവശ്യം വേലിയേറ്റം വേലിയിറക്കം സംഭവിക്കുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ടൈഡ്സ് ആർ കോസ്ഡ്, എന്തുകൊണ്ടാണ് ഈ ടൈഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്? ടൈഡ്സ് ആർ കോസ്ഡ് ബൈ ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓൺ മൂൺ ആൻഡ് ദ സൺ ഓൺ ദ എർത്ത്. ദാറ്റ് മീൻസ് നമ്മൾക്കറിയാം എർത്തിന് എന്തുണ്ട്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എർത്തിലോട്ട് എല്ലാത്തിനെയും അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഓക്കെ, സോ the attraction of the moon is stronger because the moon is much closer to the earth than the sun. അല്ലേ? അതായത് രണ്ടിനെയും തന്നിലേക്ക് അട്രാക്റ്റ് ചെയ്യാനുള്ളൊരു ഫോഴ്സ് ഉണ്ട് എർത്തിന്, ദാറ്റ് ഈസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ആരെ? സണ്ണിനെയും മൂണിനെയും. ദ അട്രാക്ഷൻ ഓഫ് ദ മൂൺ ഈസ് സ്ട്രോങ്ങർ, മൂണിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നതാണ് സ്ട്രോങ്ങർ, ബിക്കോസ് മൂൺ ഈസ് മച്ച് ക്ലോസർ ടു ദ എർത്ത് ദാൻ ദ സൺ. അല്ലേ? സണ്ണിലേറെ അടുത്ത് നിൽക്കുന്നത് മൂണാണ്, അതുകൊണ്ട് മൂണിനെയാണ് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇറ്റ്സ് എ ഫിഗർ 3.7. നോട്ട് ഹൗ ദ മൂൺ അട്രാക്ട്സ് ഓൺ ദ ഓഷ്യൻ വാട്ടർ, കോസസ് വാട്ടർ മൂവ് ഫ്രം റീജിയൻസ് ലൈക്ക് എൽ ടു റീജിയൻസ് ലൈക്ക് എച്ച്. അല്ലേ? എർത്ത് ഇത് ഓഷ്യൻ വാട്ടറാണ്. അല്ലേ? ഈ മൂണിനെ ഇതിലോട്ട് അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്ന ആ ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യും? വെള്ളം ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഭാഗത്തോട്ടും എന്ത് ചെയ്യും? വെള്ളം മൂവ് ചെയ്യും. അപ്പോൾ ഈ പ്ലേസിൽ എന്താവും? ഈ രണ്ട് പ്ലേസിലും ഹൈ ടൈഡും ഈ രണ്ട് പ്ലേസിലും ലോ ടൈഡും ആയിട്ടും
we understand? അങ്ങനെയാണ് ടൈഡ്സ് ഉണ്ടാവുന്നത്. The attraction of the moon is stronger because the moon is much closer to the earth than the sun. In figure we can see from regions like L, regions like H move the water. As a result, water piles up certain regions producing high tide. In other regions, the water recedes producing low tides. Okay. Then sometimes the pulse of the moon and the sun act at the same time. This happens during the each full moon and new moon. When the sun, the moon and the earth are practically in a line. On such days, one second. Sometimes മൂൺ ഇവിടെയും സൺ ഇവിടെ നിൽക്കുന്നൊരു ടൈം ഉണ്ടാവും. അതല്ലെങ്കിൽ മൂൺ ഇവിടെയും സൺ ഇവിടെയും നിൽക്കുന്നൊരു ടൈം ഉണ്ടാവും. ഓക്കെ, ഈ ടൈമിൽ പുൾസ് ഓഫ് മൂൺ ആൻഡ് സൺ അറ്റ് ദ സെയിം ലൈൻ, മൂണിനെയും സണ്ണിനെയും ഒരുപോലെ ആകർഷിക്കും. ദിസ് ഹാപ്പൻസ് ഡ്യൂറിങ് ഈച്ച് ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ. ഫുൾ മൂൺ എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്തിൻ്റെ മറവിൽ നിൽക്കുമ്പോഴും അല്ലേ. ഇപ്പോൾ എർത്തിൻ്റെ മറവിലാണ് മൂണ് അല്ലേ, ഇവിടെ സണ്ണാണ്. ഇതാണ് ന്യൂ മൂണ്, പൂർണിമ എന്ന് പറയും. പിന്നെ ഈ ടൈമിൽ നിൽക്കുമ്പോൾ വിച്ച് ഫുൾ മൂൺ ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ഫുൾ മൂണിനെയും കാണുന്ന സമയത്ത്, ന്യൂ മൂൺ എന്ന് പറഞ്ഞാൽ ആ മൂണിനെ കാണാതെ വിച്ച് ഒരു തുള്ളി മാത്രം സ്റ്റാർട്ട് ചെയ്യുന്ന സമയം അല്ലേ. നിങ്ങൾ ഏർലിയർ ക്ലാസ്സിൽ പഠിച്ചതാണ് കേട്ടോ. സോ sometimes pulse of moon and sun act at the same line. This happened during each full moon and new moon. When the sun, the moon and the earth are practically in a line. ഇത് മൂന്നും ഒരേ ലൈനിലായിരിക്കും. On such days, the high tides are higher than usual and low tides lower than usual. Such tides are called spring tides. അല്ലേ, ഇപ്പോൾ മൂൺ ഇവിടെയും സണ്ണ് ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇതിനെ രണ്ടിനെയും അട്രാക്റ്റ് ചെയ്യുമ്പോൾ അത്ര കണ്ട് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും കയറില്ല. എന്നാൽ ഈ ഒരു പൊസിഷനിലാവുമ്പോഴും രണ്ടിനെയും അട്രാക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, നല്ല രീതിയിൽ വെള്ളം അങ്ങോട്ട് മൂവ് ചെയ്യുന്നു, ഇങ്ങനെ മൂവ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വെള്ളം നന്നായിട്ട് രണ്ട് സൈഡിലോട്ടും കയറുന്നു, ബാക്കി സൈഡിൽ നന്നായിട്ട് കുറയുന്നു. Okay, so on such days the high tide is higher and low tide is lower. അല്ലേ, അത്തരത്തിൽ ഏറ്റവും ഹൈയും ഏറ്റവും ലോയും ആയിട്ട് കാണുന്ന ടൈഡ്സിനെയാണ് സ്പ്രിംഗ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. Is it clear? When the moon is in first quarter or the third quarter, the position of moon and the sun which respect to the earth are at right angles to each other. The height of the tide produced by moon's attraction is reduced by the sun's attraction on the water in the low tide regions. On such days, high tide are not as high usual and low tide are not as low. Such tides are called neap tides. അല്ലേ, ഈ ഒരു പൊസിഷൻ ആകുമ്പോഴാണ് സ്പ്രിംഗ് ടൈഡ്സ് ഉണ്ടാവുക. രണ്ടും ഒരുപോലെ അട്രാക്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളം കയറുന്നു, ഇവിടെ നന്നായിട്ട് വെള്ളം ഇറങ്ങുന്നു. ദെൻ ഇങ്ങനെ ഒരു പൊസിഷൻ ആകുമ്പോഴോ, ഇവിടെ മൂണും ഇവിടെ സണ്ണും ആകുമ്പോഴോ രണ്ടിനെ അട്രാക്റ്റ് ചെയ്യണം അല്ലേ. അപ്പം അത്ര കണ്ടെന്താണ് സാധാരണ ഉണ്ടാവുന്ന അത്ര പോലും ഹൈ ടൈഡോ ലോ ടൈഡോ ഉണ്ടാവില്ല, ചെറിയൊരു സംഭവം മാത്രം ഉണ്ടാവും. അപ്പോൾ സാധാരണ ഉള്ള അത്രയും ഹൈ ടൈഡും ലോ ടൈഡും ഇല്ലാത്ത ഈ ടൈഡ്സിനെയാണ് ഡീപ്പ് ടൈഡ്സ് എന്ന് വിളിക്കുന്നത്. ദാറ്റ് ഈസ് സേയിങ് ഇൻ ദാറ്റ് പാരഗ്രാഫ്. അതിലെന്തായാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നത്. എന്നാലും നീപ്പ് ടൈഡ് എന്താണ്, ഹൈ ടൈഡ് എന്താണെന്ന് നോട്ട് ചെയ്യുക കേട്ടോ. സ്പ്രിംഗ് ടൈഡ്, വാട്ട് ഈസ് ടൈഡ്, വാട്ട് ഈസ് നീപ്പ് ടൈഡ്, വാട്ട് ഈസ് സ്പ്രിംഗ് ടൈഡ്. ഓക്കെ, ദ നെക്സ്റ്റ് ഹൗ ടൈഡ്സ് ആർ യൂസ്ഫുൾ. ഈ ടൈഡ്സ് കൊണ്ട്, ഈ വേലിയേറ്റം കൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട്. ലിസൺ ടു ദർ, വാട്ട് ആർ ദേ? Tides are helpful to us in the following ways.
The rise in water level during high tide allows big ships to enter to leave harbor safely. അല്ലേ, ഷിപ്പെല്ലാം എന്താണ് അതിൻ്റെ കപ്പലടുപ്പിക്കുന്ന പ്ലേസിലോട്ട് അല്ലെങ്കിൽ തുറമുഖം ഹാർബർ എന്നൊക്കെ പറയും അല്ലേ, അതിലോട്ട് അടുപ്പിക്കണമെങ്കിൽ നല്ല വെള്ളം വേണം. അപ്പോൾ വെള്ളം കുറഞ്ഞ പ്ലേസസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈ ടൈഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, കപ്പലെടുക്കുകയും ചെയ്യും, കപ്പലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്യും. കാരണം ഹൈ ടൈഡിൻ്റെ സമയത്ത് വെള്ളം ഉണ്ടാവും. വി അണ്ടർസ്റ്റാൻഡ്. ദ റൈസ് ഇൻ വാട്ടർ ലെവൽ ഡ്യൂറിങ് ഹൈ ടൈഡ് അലോസ് big ships to enter to leave harbor safely. The ports of Kandla in Gujarat and Diamond Harbour in West Bengal depend on such tides. Then second uses, during high tide water rushes up mouth of rivers. This help large ships to move in and out of river ports like Kolkata, London, ഹാംബർ, റോട്ടർഡാം ആൻഡ് ന്യൂയോർക്ക്. ദാറ്റ് മീൻസ് റിവേഴ്സിലൂടെയും ഷിപ്പ് ഓടിക്കാറുണ്ട് അല്ലേ. റിവേഴ്സിൽ നിന്നും കടലിലോട്ട് എൻട്രി ചെയ്യുമ്പോൾ ചിലപ്പോൾ വെള്ളം കുറഞ്ഞ ഏരിയ ഉണ്ടാവും. എന്നാൽ ടൈഡ്സ് ഹൈ ടൈഡിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ റിവറിൽ നിന്ന് ഓഷ്യനിലോട്ടും ഓഷ്യനിൽ നിന്ന് റിവേഴ്സിലോട്ടും ഷിപ്സിന് മൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, എക്സാമ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ദെൻ തേർഡ് പോയിന്റ്, ദ സലൈൻ വാട്ടർ ഓഫ് ദ സീ ഫ്രീസ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ദാൻ റിവർ വാട്ടർ ഡസ്. റിവർ വാട്ടർ കട്ടയാവുന്നതിൽ കൂടുതൽ ഉപ്പുവെള്ളം കട്ടയാവും തണുപ്പിൽ. സലൈൻ വാട്ടർ ഓഫ് ദ സീ ഫ്രീസ് അറ്റ് എ ലോവർ ടെമ്പറേച്ചർ ദാൻ റിവർ വാട്ടർ ഡസ്. ഇൻ കോൾഡ് കൺട്രീസ് ദ സീ വാട്ടർ റഷിംഗ് ഇൻ ഡ്യൂറിങ് ഹൈ ടൈഡ് പ്രിവെൻറ്റ് ഹാർബർ ഫ്രം ഫ്രീസിംഗ് ഇൻ വിൻ്റർ. ദ ഹാർബർ ഓഫ് ലണ്ടൻ ഇൻ സച്ച് harbor of London in such harbor. Okay. Okay, എന്താ പറയുന്നത്, saline water of sea freeze at a lower temperature than river water does. In cold countries, the sea water rushing in during high tide prevents harbor from freezing in winter. അല്ലേ, അതായത് എന്താണ്, സലൈൻ വാട്ടർ പെട്ടെന്ന് ഫ്രീസ് ആവും സീ വാട്ടറിനേക്കാളും. സീ വാട്ടറിലുള്ള ഒരു ഹാർബറാണ്, സീ വാട്ടറിൻ്റെ അടുത്ത്, അതായത് എന്താണ് വലിയ പുഴയുടെ അടുത്തുള്ള ഒരു ഹാർബറാണ് ഏത്, ലണ്ടന്. അപ്പോൾ ആ സമയത്ത് സീ വാട്ടറിലെ കടൽ വെള്ളം ഇങ്ങോട്ട് ഹൈ ടൈഡായിട്ട് വരുമ്പോൾ എന്താണ്, അവിടെ കട്ടയാവാതെ നിർത്തുന്നു, ഫ്രീസ് ആവാതെ നിർത്തുന്നു ഹാർബർ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ കപ്പലെടുക്കാനും പോവാനൊക്കെ ഈസി ആയിട്ട് വരും. അതും ഒരു ഹൈ ടൈഡിൻ്റെ യൂസസ് ആണ്. ദ നെക്സ്റ്റ്, ദ വാട്ടർ അറ്റ് എ ഹൈ ടൈഡ് ക്യാൻ ബി സ്റ്റോർഡ് ബിഹൈൻഡ് സ്പെഷ്യലി ബിൽറ്റ് ഡാംസ് ആൻഡ് യൂസ്ഡ് ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് പവർ. അല്ലേ, എന്താണ് ഹൈ ടൈഡ് ഉണ്ടാകുന്ന ഏരിയാസിൽ അപ്പുറത്ത് വലിയ ആഴത്തിലുള്ള ഏരിയ ഒക്കെ ഡാമിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ അതിലേക്ക് വെള്ളം കളക്ട് ചെയ്യാൻ പറ്റും. ഹൈ ടൈഡിൻ്റെ ടൈമിൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ അല്ലേ, ഇലക്ട്രിസിറ്റി മേക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. ദീസ് ആർ ദി യൂസസ് ഓഫ് ടൈഡ്സ്. The next we need to study ocean currents. Ocean current. In certain parts of the ocean, the water move along a definite direction. These masses of ocean water moving a definite direction are called ocean currents. What is ocean currents? That is a question. In certain parts of ocean, the water move along a definite direction. ചില ഓഷ്യനിലെ ചില ഭാഗങ്ങൾ ഒരേ ഡയറക്ഷനിലോട്ട് തന്നെ ഒഴുകുന്നുണ്ട്, റിവേഴ്സ് എല്ലാം ഫ്ലോ ചെയ്യുന്ന പോലെ. These masses of ocean water moving a definite direction are called ocean currents. Okay, comparatively slow moving masses of water are called ഡ്രിഫ്റ്റ്. ഓക്കെ, അതായത് നല്ല സ്പീഡിൽ ഒരു വശത്തോട്ട് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഓഷ്യൻ വാട്ടറിനെ കറൻസ് എന്നും, സ്പീഡ് കുറഞ്ഞിട്ട് കമ്പാരിറ്റീവ്ലി സ്പീഡ് ലോ ആയിട്ടുള്ള ഓഷ്യൻ കറൻസിനെയാണ് വിച്ച് ഡ്രിഫ്റ്റ് എന്നും കോൾ ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ഡ്രിഫ്റ്റ്, വാട്ട് ഈസ് ഓഷ്യൻ കറൻറ്റ്, വി സ്റ്റഡിഡ്. ഓക്കെ, കമ്പാരിറ്റീവ്ലി സ്ലോ മൂവിങ് മാസസ് ഓഫ് വാട്ടർ ആർ കോൾഡ് ഡ്രിഫ്റ്റ്. ഓഫൺ ആസ് എ കറൻറ്റ് മൂവ് അവേ ഫ്രം ഇറ്റ്സ് ഒറിജിൻ ഇറ്റ് ബിക്കെയിം എ ഡ്രിഫ്റ്റ്. അല്ലേ, സ്റ്റാർട്ടിങ്ങിൽ എന്ത് ചെയ്യും,
നല്ല സ്പീഡിൽ പോകും, കുറേ കഴിയുമ്പോൾ സ്പീഡ് കുറയും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഓഷൻ കറൻ്റ് ആവും, കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രിഫ്റ്റ് ആയിട്ട് മാറും. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. ഓഷൻ കറൻറ്റ്സ് ആർ കോസ്ഡ് chiefly by the action of planetary winds on the surface waters of the ocean. ഓഷൻ കറൻറ്റ്സ് എന്തുകൊണ്ടാണ് ഓഷൻ കറൻറ്റ്സ് ഉണ്ടാകുന്നത്? കോസ്ഡ് ചീഫ്ലി ദ ആക്ഷൻ ഓഫ് പ്ലാനിറ്ററി വിൻസ് ഓൺ ദ സർഫേസ് വാട്ടേഴ്സ് ഓഫ് ഓഷ്യൻ. അല്ലേ, നമ്മൾക്കറിയാം പ്ലാനിറ്ററി വിൻസ് മീൻസ് പെർമനൻറ്റ് വിൻസ്. പെർമനൻറ്റ് ഹൈ പ്രഷറിൽ നിന്ന് പെർമനൻറ്റ് ലോ പ്രഷറിലോട്ട് വിൻഡ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സർഫേസ് വിൻഡ്സ് എന്ന് പറഞ്ഞാൽ കടൽ വെള്ളത്തിന് മുകളിലുള്ള വിൻഡ് കൊണ്ട് ആണ് മിക്ക ഈ ഓഷ്യൻ കറൻറ്റ്സ്, ഓഷ്യൻ്റെ ഒരേ ഡയറക്ഷനിലുള്ള മൂവ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ദ ഷേപ്സ് ഓഫ് ദ ലാൻഡ് മാസസ് മോഡിഫൈ ദ കോസസ് ഓഫ് ഓഷ്യൻ കറൻറ്റ്സ്. അല്ലേ, ഓഷ്യൻ കറൻറ്റ്സ് കൊണ്ട് ഓഷ്യൻ കറൻറ്റ് മൂവ് ചെയ്യുന്ന പ്ലേസസിലുള്ള ലാൻഡിലെല്ലാം ഷേപ്സിൽ മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദ എർത്ത് ദ കറൻറ്റ്സ് ഇൻ നോർത്തേൺ ഹെമിസ്ഫിയർ ആർ ഡിഫ്ലക്റ്റഡ് ടു ദ റൈറ്റ് ഓഫ് ദെയർ പാത്ത്. നമ്മൾ കണ്ടു പെർമനൻറ്റ് വിൻസ് ആണെങ്കിലും പോകുന്ന വഴിയുടെ റൈറ്റിലോട്ട് ബെൻഡാവും, സൗത്തിൽ പോകുന്ന വഴിയുടെ ലെഫ്റ്റിലോട്ട് ബെൻഡാവും. അതുപോലെ ഓഷ്യൻ കറൻറ്റ്സും എന്താവുന്നുണ്ട്? നോർത്തേൺ ഹെമിസ്ഫിയർ ഡിഫ്ലക്റ്റഡ് ടു ദ റൈറ്റ് ഓഫ് ദെയർ പാത്ത്, വൈൽ ഇൻ സൗത്തേൺ ഹെമിസ്ഫിയർ ദേ ആർ ഡിഫ്ലക്റ്റഡ് ടു ദ ലെഫ്റ്റ് ജനറലി. ബിക്കോസ് ഈ വിൻഡും ഇങ്ങനെ തന്നെയാണ്, ഈ വിൻഡ് കാരണമാണ് ഈ ഓഷ്യൻ കറൻറ്റ്സ് ഉണ്ടാകുന്നത്. വിൻഡ് അതുകൊണ്ട് തന്നെയാണ് വീശുന്നത്. അല്ലേ, ദ കറൻറ്റ്സ് മൂവ് ക്ലോക്ക് വൈസ് ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇൻ ദ സൗത്തേൺ ഹെമിസ്ഫിയർ. അല്ലേ, ക്ലോക്ക് വൈസ് ഈ കറൻറ്റ്സ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്? അല്ലേ, ക്ലോക്ക് വൈസിലാണ് മൂവ് ചെയ്യുന്നത്. എന്നാൽ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഈ ഓഷ്യൻ കറൻറ്റ്സ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ. അതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നെക്സ്റ്റ് ഇയേഴ്സിൽ പഠിക്കും കേട്ടോ. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാമെന്ന് മാത്രം. ദെൻ the currents that carry warm water from the tropical regions to the higher latitude are warm currents. അതായത് വാം ഏരിയാസ്, ചൂടുള്ള ഏരിയാസിൽ നിന്ന് വരുന്ന വാം ഓഷ്യൻ കറൻറ്റ് അവിടെയുള്ള ചൂടും കൂടി ആണ് കൊണ്ടുവരുന്നത്. അവ അണ്ടർസ്റ്റാൻഡ്? അതാണ് വാം ഓഷ്യൻ കറൻറ്റ്സ്. The currents that carry warm water from the tropical region to the higher latitude are warm currents. Higher latitude means equatorial ലോയിൽ 0 ഡിഗ്രിയാണ്, അവിടെ നിന്ന് 1, 2, 3 മുകളിലോട്ടും താഴോട്ടും വരും. അതാണ് ഹൈ ലാറ്റിറ്റ്യൂഡ്. ഹൈ ലാറ്റിറ്റ്യൂഡിലോട്ട് വാം വാട്ടറാണ് ആ ഓഷ്യൻ കറൻറ്റ്സ് കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ കറൻറ്റ്സ് ദാറ്റ് ക്യാരി കോൾഡർ വാട്ടർ ഫ്രം ദ ഹൈ ലാറ്റിറ്റ്യൂഡ്സ് ടു ദ ലോവർ ലാറ്റിറ്റ്യൂഡ് ആർ കോൾഡ് കറൻറ്റ്സ്. അല്ലേ, രണ്ട് പോൾസിൽ നിന്നും ഉള്ള ഹൈ കോൾഡ് റീജിയൻസിൽ നിന്ന് എന്താണ് കോൾഡ് വാട്ടറാണ് ഈ കറൻറ്റ്സിലൂടെ വാം റീജിയൻസിൽ, ഹോട്ടുള്ള റീജിയൻസിൽ എത്തിക്കുന്നത്. ജനറലി വാം കറൻറ്റ്സ് ഫ്ലോ എലോങ് ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെൻറ്റ്സ് വൈൽ കോൾഡ് കറൻറ്റ്സ് ഫ്ലോ എലോങ് ദ വെസ്റ്റ് കോസ്റ്റ്. വാം കറൻറ്റ്സ് എന്ത് ചെയ്യും? എലോങ് ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെൻറ്റ്സിൻ്റെ ഈസ്റ്റേൺ സൈഡിലാണ് എല്ലായിടത്തും വാം ഓഷ്യൻ കറൻറ്റ് വരുന്നത്. കോൾഡ് കറൻറ്റ്സ് എല്ലാം വെസ്റ്റേൺ കോസ്റ്റിലുമാണ് വരുന്നത്. കാരണം ഈസ്റ്റേൺ ഡയറക്ഷനിലാണ് ഫുൾ ഓഫ് കോണ്ടിനെൻറ്റിൻ്റെയും വിൻഡ് എല്ലാം എത്തുന്നത്. അവിടെ വാമാണ്, വെസ്റ്റേൺ കോണ്ടിനെൻറ്റ്സിൽ ചൂടാണ് കേട്ടോ. ഓക്കെ, ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അതിലൊന്നും ഇമ്പോർട്ടൻസ് ഇല്ല. ഇനി ദ കോൾഡർ ആൻഡ് സോൾട്ടിയർ വാട്ടർ ഓഫ് ദ പോളാർ റീജിയൻ ബീങ് ഹെവി സിങ്ക് ബിലോ ദ എർത്ത് സർഫേസ് ദേ ആർ ക്യാരിഡ് ബൈ ദ ഡീപ്പ് ഓഷ്യൻ കറൻറ്റ്സ് ടുവാർഡ്സ് ദ ലോവർ ലാറ്റിറ്റ്യൂഡ്. അതായത് നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിൽ നിന്നും വരുന്ന ഓഷ്യൻ കറൻറ്റ് നല്ല തണുപ്പുള്ള വെള്ളമാണ്. അതുകൊണ്ട് താഴെ ഭാഗത്തു കൂടെയുള്ള, അതായത് ഓഷ്യൻ്റെ അടിത്തട്ടിലൂടെയുള്ള ഓഷ്യൻ കറൻറ്റ്സ് ആയിട്ടാണ് ഹയർ റീജിയൻസിൽ, അതായത് ചൂടുള്ള ഏരിയാസിൽ എത്തുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് സ്റ്റഡി ക്ലൈമറ്റ് ആൻഡ് ഓഷ്യൻ കറൻറ്റ്സ്. ഈ ഓഷ്യൻ കറൻറ്റ്സ് കൊണ്ട് ക്ലൈമറ്റിൽ ചില മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഹൗ ഈസ് ദാറ്റ്? ഓഷ്യൻ കറൻറ്റ്സ് ഇൻഫ്ലുവൻസ് ദ ക്ലൈമറ്റ് ഓഫ് കോസ്റ്റൽ റീജിയൻസ്. ഓഷ്യൻ കറൻറ്റ്സ് ഒരു കോസ്റ്റൽ ഏരിയ മീൻസ് കടലിനോട് ചേർന്ന് നിൽക്കുന്ന ഏരിയാസിലെ ക്ലൈമറ്റ് ചേഞ്ച് ആക്കുന്നു. ഇൻഫാക്ട് വിൻഡ് ബ്ലോയിങ് ഫ്രം സീ ഓഫൺ ക്യാരി ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓഷ്യൻ കറൻറ്റ്സ് ഫാർ ഇൻലാൻഡ്. 1. Cold currents make a place colder than other places on the same latitude. അല്ലേ, ഫോർ എക്സാമ്പിൾ ഇതൊരു ലാറ്റിറ്റ്യൂഡ്, ഈ പ്ലേസിലെല്ലാം ചൂടാണ്.
എന്നാൽ ഇവിടുത്തെ ഒരു കോൾഡ് കറൻസ് ഈ ഏരിയയിൽ എത്തുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഏരിയ, ഈ വെള്ളം ടച്ച് ചെയ്യുന്ന ഏരിയ തണുപ്പുള്ള ഏരിയ ആയിട്ട് മാറും. ബാക്കിയുള്ള ആ ലാറ്റിറ്റ്യൂഡിൽ തന്നെയുള്ള ബാക്കിയുള്ള പ്ലേസിനേക്കാളും തണുത്ത ഏരിയ ആയിട്ട് മാറും കോൾഡ് കറൻസ് എത്തുന്ന ഏരിയ. ദാറ്റ് ഇസ് സെയിം ഹിയർ. കോൾഡ് കറൻസ് മേക്ക് എ പ്ലേസ് colder than other places of the same on the same latitude. When currents make a place somewhat warmer, for example, the ports of Norway located within the Arctic Circle remain free of ice in winter due to the warming influence of the North Atlantic drift. ഇതാണ് ഇവിടെ പറയുന്നത്. പോർട്ട് നോർവേ ലൊക്കേറ്റഡ് വിത്തിൻ ദ ആർട്ടിക് സർക്കിൾ, ആർട്ടിക് സർക്കിളിലുള്ള ഒരു പോർട്ടാണ്. റിമെയിൻ ഫ്രീ ഓഫ് ഐസ് ഇൻ വിൻ്റർ. ആർട്ടിക് സർക്കിൾ എന്ന് പറഞ്ഞാൽ അത്രയും തണുപ്പാണ് അവിടെ. അവിടെ തന്നെയുള്ള ഒരു ഹാർബർ എന്ന് പറഞ്ഞാൽ കപ്പലടിപ്പിക്കുന്ന പ്ലേസ്, അല്ലെങ്കിൽ പോർട്ട് കപ്പലടിപ്പിക്കുന്ന പ്ലേസ്. അവിടെ വിൻ്റർ എന്ന് പറഞ്ഞാൽ തണുപ്പുള്ള ഏരിയ ആണ്, സമയമാണ്. ആ വിൻ്ററിൽ തന്നെ ഐസ് ഉരുകുന്നാണ് പറയുന്നത്. കാരണം ഡ്യൂ ടു ദ വാർമിംഗ് ഇൻഫ്ലുവൻസ് ഓഫ് ദ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. അവിടെ ഒരു ഓഷ്യൻ ഡ്രിഫ്റ്റ് എത്തുന്നുണ്ട്. ചൂടുള്ള വെള്ളമാണ് അവിടെ എത്തുന്നത്. ആ ചൂട് ഡ്രിഫ്റ്റ് എത്തുമ്പോഴാണ് അവിടെ ഐസിൽ നിന്ന് ഫ്രീ ആവുന്നത്. ഓക്കെ, ദെൻ യെറ്റ് പോർട്ട് ഓഫ് ദ ലബ്രോഡർ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക ലൈങ് അറ്റ് മച്ച് ലോവർ ലാറ്റിറ്റ്യൂഡ് ഫ്രീസ് ഓവർ ഇൻ വിൻ്റർ അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ കോൾഡ് ലാബ്രോഡർ കറണ്ട്. മറ്റൊരു എക്സാമ്പിളാണ് നോർത്ത് അമേരിക്കയിൽ ലാബ്രോഡർ കോസ്റ്റിൽ. എന്താണ് നോർത്ത് അമേരിക്കയുടെ ആ കോസ്റ്റ് എന്ന് പറയുന്നത് ഏകദേശം നല്ല വെയിലും ചൂടൊക്കെ എത്തുന്ന ഏരിയ ആണ്. അതാണെങ്കിൽ പോലും എന്താണ് വെള്ളം കട്ടിയാവുന്നു ആ സമയത്ത്. കാരണം എന്താണ് ലാബ്രോഡർ കറണ്ട് എന്ന് പറഞ്ഞൊരു ഓഷ്യൻ കറണ്ട്, തണുത്ത കറണ്ട് അവിടെ എത്തുന്നു. ദാറ്റ്സ് വൈ ആ സമയത്ത് അവിടെ വെള്ളം കട്ടിയായിട്ട് മാറുന്നു. ഇസ് ഇറ്റ് ക്ലിയർ? ദ നെക്സ്റ്റ് പോയിന്റ്, ഓഷ്യൻ കറണ്ട്സ് ഓൾസോ ഇൻഫ്ലുവൻസ് റെയിൻഫോൾ. Winter winds passing over warm currents pick up moisture and cause heavy rainfall. അല്ലേ, വിൻഡ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൂടുള്ള കറൻസിന് മുകളിലൂടെയാണ്, വാം ഓഷ്യൻ കറൻസിന് മുകളിലൂടെയാണ് വിൻഡ് അടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവാപ്പറേഷൻ ഉണ്ടാവും, വാട്ടർ കളക്ട് ചെയ്യും, നല്ല മഴ ലഭിക്കും. ഓക്കെ, ഈസ്റ്റേൺ USA ആൻഡ് വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് യൂറോപ്പ് റിസീവ് സച്ച് റെയിൻഫാൾ. ഓൺ ദ അതർ ഹാൻഡ്, വിൻഡ് പാസിംഗ് ഓവർ കോൾഡ് കറൻസ് become cool and dry and bring hardly any rainfall. എന്നാൽ കോൾഡ് കറൻസിൻ്റെ മുകളിലൂടെ കാറ്റ് വീശുകയാണെങ്കിൽ don't get any rainfall. Hence, deserts are found near the western coast of continents along with cold currents generally flow. The Atacama Desert in South America and the Namibia Desert in Africa are examples of such desert. അല്ലേ, അതായത് ഡെസേർട്ട് ആർ ഫൗണ്ട് ഓൺ ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് കോണ്ടിനെൻറ്റിൻ്റെ വെസ്റ്റേൺ സൈഡിലുള്ള ഡെസേർട്ട് എന്ന് പറഞ്ഞാൽ ചൂടുള്ള ഏരിയ ആണ് അല്ലേ. എലോങ് വിത്ത് അതിലൂടെ ഒരു കോൾഡ് കറൻസ് എത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡെസേർട്ട് ഹോട്ട് ഡെസേർട്ട് ആണെങ്കിലും അവിടെ എന്ത് കിട്ടും, തണുപ്പ് കിട്ടും എന്നാണ് പറയുന്നത്. ഓക്കെ, എക്സാമ്പിളാണ് സൗത്ത് അമേരിക്കയിലെ ആറ്റക്കാമ ഡെസേർട്ട്, ആഫ്രിക്കയിലെ നമീബി ഡെസേർട്ട്. നെക്സ്റ്റ് വി നീഡ് സ്റ്റഡി അതർ എഫക്ട്സ് ഓഫ് ഓഷ്യൻ കറൻസ് കൊണ്ട് വേറെയും എഫക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. First point, the places where warm and cold currents meet are rich in tiny organisms known as plankton that serve as food for fish. Such places are good fishing grounds. The places where warm and cold currents meet are rich in tiny organisms. അതായത് കോൾഡ് വെള്ളത്തിൽ ജീവിക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ടാവും, ഹോട്ട് വാട്ടറിൽ ജീവിക്കുന്ന ഐറ്റംസ് ഉണ്ടാവും. ഈ കോൾഡ് കറൻസും ഹോട്ട് കറൻസും മീറ്റ് ചെയ്യുന്ന പ്ലേസിൽ പലതരത്തിലുള്ള ഓർഗാനിസംസ് മിക്സർ ആവും അല്ലേ. പല ആനിമൽസ് ചിലപ്പോൾ ചാകും, അല്ലെങ്കിൽ ഒരുപാട് ഐറ്റംസ് അവിടെ വരും. അതെന്ത് ചെയ്യും, ഫിഷസിനുള്ള ഫുഡായിട്ട് അവിടെ എത്തുന്നു അല്ലേ. സച്ച് പ്ലേസസ് ആർ ഗുഡ് ഫിഷിംഗ് ഗ്രൗണ്ട്സ്. അത്തരത്തിൽ രണ്ട് കോൾഡ് കറൻസും മീറ്റ് ചെയ്യുന്ന പ്ലേസസിൽ ഒരുപാട് ഫിഷസിനുള്ള ഫുഡ്, ചെറിയ ടൈനി ഓർഗാനിസംസ് എത്തുന്നുണ്ട്. ഇഷ്ടംപോലെ ഫിഷസ് അവിടെ വളരും. അവിടെ ഫിഷിങ്ങിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഓക്കെ, ദ മീറ്റിംഗ് പ്ലേസ് ഓഫ് വാം ഗൾഫ് സ്ട്രീം ആൻഡ് കോൾഡ് ലാബ്രോഡർ കറന്റ് നിയർ ന്യൂഫൗണ്ട്ലാൻഡ് ആൻഡ് ദി മീറ്റിംഗ് പ്ലേസ് ഓഫ് വാം കുറോഷിയോ ആൻഡ് കോൾഡ് ഒയാഷിയോ ഓർ കൂളി കറന്റ് നിയർ ജപ്പാൻ ആർ ഗുഡ് ഫിഷിംഗ് ഗ്രൗണ്ട്സ്. അതായത് കോൾഡ് കറൻറ്റും വാം കറൻറ്റും കൂട്ടി യോജിപ്പിക്കുന്ന പ്ലേസിൽ. അത്തരത്തിലുള്ള എക്സാമ്പിളാണ് ലാബ്രോഡർ കറന്റ് ആൻഡ്
വാം ഗൾഫ് സ്ട്രീം ന്യൂ ഫൗണ്ട്ലാൻഡിൽ ആൻഡ് മീറ്റ് വാം കുറോഷിയോ ആൻഡ് കോൾഡ് ഒയാഷിയോ. ഒയാഷിയുടെ മറ്റൊരു പേരാണ് കുറിൽ കറണ്ട് കേട്ടോ. ഇത് രണ്ടും മീറ്റ് ചെയ്യുന്ന പ്ലേസസിൽ നല്ല ഫിഷിംഗ് ഗ്രൗണ്ടാണ്. കാരണം അവിടെ ഫിഷസ് ഒരുപാട് വളരുന്നു. കാരണം അവരുടെ ഫുഡ് അവിടെ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ള കാരണത്താൽ. ഓക്കെ, ദ ലാസ്റ്റ് പോയിന്റ്, ഓഷ്യൻ കറൻറ്റ്സ് ഇൻഫ്ലുവൻസ് നാവിഗേഷൻ ടു. ഓഷ്യൻ കറൻറ്റ്സ് കൊണ്ട് കപ്പൽ ഓടിക്കാനും ഈസിയാണ്. ഇഫ് എ ഷിപ്പ് സെയിൽസ് അലോങ് എ കറൻറ്റിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ഷിപ്പ് ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇറ്റ് സ്പീഡ് ഇൻക്രീസസ്, അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ആക്കാം. ഇഫ് ഇറ്റ് സെയിൽസ് എഗെയിൻസ്റ്റ് കറണ്ട്, ഇനി കറണ്ടിന് ഓപ്പോസിറ്റാണ് കപ്പൽ സെയിൽ ചെയ്യുന്നതെങ്കിലോ ഇറ്റ് സ്പീഡ് ഡിക്രീസസ്. സോ ഇൻ ഓർഡർ ടു സേവ് ടൈം ആൻഡ് ഫ്യൂവൽ, അല്ലേ, സ്പീഡിലും ടൈമും ഫ്യൂവലും സേവ് ചെയ്യാനും എന്താണ് ഷിപ്സ് ജനറലി സെയിൽ വിത്ത് ദ കറണ്ട്. കറണ്ടിൻ്റെ ഡയറക്ഷനിൽ തന്നെയാണ് ജനറലി ഷിപ്പ് സെയിൽ ചെയ്യാറുള്ളത്. വാം കറൻറ്റ്സ് ഓൾസോ ഹെൽപ്പ് ടു മെൽറ്റ് ഐസ്ബർഗ് വിച്ച് ആർ ഡേഞ്ചറസ് ഫോർ ഷിപ്സ്. മാത്രമല്ല വാം കറണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും മഞ്ഞ് കട്ടകൾ ഉണ്ടെന്നെങ്കിൽ അവ ഉരുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അവയിലെല്ലാം കപ്പലുകളൊന്നും ടച്ച് ചെയ്തിട്ട് അപകടങ്ങൾ ഉണ്ടാവുന്നതും ഒഴിവാകുന്നു. ദെൻ സംടൈംസ് ഹവർ ഓഷ്യൻ കറൻറ്റ്സ് കോസ് പ്രോബ്ലംസ് ഫോർ ഷിപ്സ്. ഓഷ്യൻ കറൻറ്റ്സ് ചില സമയത്ത് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. തിക്ക് ഫോഗ്സ് ഒക്വർ വെയർ കോൾഡ് ആൻഡ് വാം കറൻറ്റ്സ് മീറ്റ്. ദിസ് റെഡ്യൂസസ് വിസിബിലിറ്റി. കോൾഡ് കറൻറ്റ്സും ഹോട്ട് കറൻറ്റ്സും മീറ്റ് ചെയ്യുന്ന പ്ലേസസിൽ ഫോഗ് ഉണ്ടാവാറുണ്ട്, മൂടൽ മഞ്ഞ്. അതെന്ത് ചെയ്യാറുണ്ട്, കപ്പൽ നാവികർ എന്താണ് അവരുടെ കാഴ്ച മങ്ങാറുണ്ട്, അല്ലേ. ദീസ് ആർ ദ features of or things, important things about the water and ocean. Okay, so we completed this chapter. For exam you have 2 chapters from geography, one second chapter atmosphere and third water. Okay, the next day we can see with our history. Up to that, all of you, I will read the question answers through the WhatsApp. After that you should submit as early as possible. Okay, thank you.